ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ഉറപ്പ് നൽകാനാകില്ല. ഞായറാഴ്ച കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകാനാകില്ല എന്നാണ് നിലവിൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. ആ സീറ്റിൽ ആവശ്യം ഉറപ്പിച്ചു നിന്ന ലീഗിനാണ് ഇപ്പോൾ മൂന്നാമതൊരു സീറ്റ് നൽകാൻ കഴിയില്ല എന്ന കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് UDF യോഗത്തിലും സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചയിലും അതുപോലെ തന്നെ UDF യോഗത്തിലും ശക്തമായ ആവശ്യമാണ് ലീഗ് ഉന്നയിച്ചിരുന്നത്. മൂന്നാമതൊരു സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സംഘടനാ ശക്തിയും ശേഷിയുമുണ്ട് എന്ന അവകാശവാദമെല്ലാം തന്നെ ലീഗ് ഉയർത്തിയിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട്. കഴിഞ്ഞ UDF യോഗത്തിലും കോൺഗ്രസ് പറഞ്ഞത് ഹൈക്കമാൻഡുമായി കൂടിയാലോചിക്കട്ടെ എന്നതായിരുന്നു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു തീരുമാനം. പക്ഷെ ഇപ്പോൾ ഈ മൂന്നാമതൊരു സീറ്റ് നൽകാനാകില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ കോൺഗ്രസ് എത്തുന്നുണ്ട്. പക്ഷെ ഇത് അന്തിമമായി ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. ആ ലീഗ് നേതൃത്വത്തെ അറിയിക്കുക ഞായറാഴ്ച കൊച്ചിയിൽ ചേരുന്ന യോഗത്തിലായിരിക്കും ലീഗിനെ അറിയിക്കുക. കാരണം ലീഗ് മറ്റൊരു ഉപാധിയായി വെച്ചത് ഒഴിവ് വരുന്ന ഏപ്രിൽ മാസത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ആ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലീഗ് ഒരു മൂന്നാമതൊരു സീറ്റ് എന്ന ഫോർമുല തന്നെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ആ രാജ്യസഭാ സീറ്റും നേരത്തെ തന്നെ അതുപോലെ ഈ UDFിലെ മറ്റു ഘടകകക്ഷിയായ CMPയും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കും ഒക്കെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് തന്നില്ലെങ്കിൽ രാജ്യസഭയിലേക്ക് സീറ്റ് തന്നേ പറ്റൂ എന്ന ഒരു അവകാശവാദം CP ജോണും അതുപോലെ തന്നെ ദേവരാജനും ഒക്കെ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടം കൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ ലീഗിന് മൂന്നാമത്തെ സീറ്റ് നൽകാൻ സാധിക്കില്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ലീഗിന് രണ്ട് സീറ്റിൽ തന്നെ മത്സരിക്കേണ്ടി വരും. മലപ്പുറത്തും പൊന്നാനിയിലും മത്സരിക്കേണ്ടി വരും. ജോസഫ് ഗ്രൂപ്പിന് നൽകിയ കോട്ടയവും അതുപോലെ തന്നെ RSPക്ക് നൽകിയ കൊല്ലവും ഒഴിച്ച് ബാക്കി 16 സീറ്റുകളിലും ഈ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ലീഗിന് മൂന്നാമത്തെ സീറ്റ് നൽകാത്തതിൽ വലിയ അതൃപ്തി ലീഗ് അണികൾക്കുണ്ട്. കാരണം ആ ലീഗ് അണികളെ സംതൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തരത്തിൽ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നത്. അതിൽ നിന്നാണ് ആ സീറ്റ് എന്ന ആവശ്യത്തെയാണ് ഇപ്പോൾ കോൺഗ്രസ് തള്ളിയിരിക്കുന്നത്. രോഹിണി. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാനാകില്ലെന്ന കോൺഗ്രസ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ഉറപ്പ് നൽകാനാകില്ല. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.